നമസ്കാരം. വളരെ സങ്കടകരമായ കാഴ്ചയാണ് പെരിയാറിൽ കാണാൻ സാധിക്കുന്നത്. ദുർഗന്ധം ഇനിയും പോയിട്ടില്ല. പാവപ്പെട്ട കർഷകർ അവർ വളർത്തുന്ന മത്സ്യം, ഈ പുഴയിലെ മത്സ്യം ഒന്നടങ്കം ചത്തു പൊങ്ങി വല്ലാത്തൊരു ദുരിതമാണ് ഈ പ്രദേശവാസികൾക്കും ജനങ്ങൾക്കും സമ്മാനിച്ചത്. ഇപ്പോൾ പെരിയാർ ഏതാണ്ട് മത്സ്യങ്ങളില്ലാത്ത ഒരു നദിയായി, ഒരു പ്രേത നദിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഗൗരവമായി നടപടിയെടുക്കേണ്ട ആളുകൾ, മലിനീകരണ നിയന്ത്രണ ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ നോക്കുകുത്തിയായിരിക്കുമ്പോഴാണ് ഫാക്ടറികൾ, അതേപോലെ തന്നെ മറ്റുള്ള വ്യവസായശാലകളൊക്കെ തന്നെ തങ്ങളുടെ മാലിന്യങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ നദിയിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. എല്ലാ കാലത്തും കവികളൊക്കെ മനോഹരമായ ഈ പെരിയാറിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇന്ന് പെരിയാർ തെളിനീരെന്ന് വയലാറ് വിളിച്ച പെരിയാർ ഇന്നൊരു വിഷനീര് ഒഴുകുന്ന നദിയായിട്ട് മാറുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഇത്തരം നദികളൊക്കെ നശിക്കുമ്പോൾ അതേക്കുറിച്ചൊരു ഗൗരവമായിട്ട് ഒരു കൊലപാതക കുറ്റത്തിന് കേസെടുക്കേണ്ട കാര്യത്തിൽ വളരെ ഗുരുതരമായ മെല്ലപ്പോക്കാണ് എല്ലാ ഭാഗത്തുള്ളത്. തീർച്ചയായും ഈ മാലിന്യങ്ങൾ, ഈ വിഷപദാർത്ഥങ്ങൾ ഈ നദിയിലേക്ക് ഒഴുക്കി ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ കൊന്നൊടുക്കിയ ആളുകൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം. അത് ഗൗരവമായിട്ട് പരിശോധിക്കണം. ഈ കെമിക്കലിൻ്റെ സാമ്പിള് പരിശോധിച്ച് ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഇത് പുറത്ത് വരാനുള്ള സാധ്യത എന്ന് പരിശോധിച്ചുകൊണ്ട് കുറ്റവാളികൾക്കെതിരെ ഗൗരവമായ നടപടിയാണ് ഉണ്ടാവേണ്ടത്. ഇനി ഒരുത്തനും ഒരു തുള്ളി വിഷനീരും നദികളിലേക്ക് ഒഴുക്കിവിടാൻ സാധിക്കരുത്, ചെയ്യാൻ പാടില്ല. ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കപ്പെടരുത്. എത്രയോ കർഷകർ കടം വാങ്ങി ആരംഭിച്ച മത്സ്യകൃഷി തകർന്നിരിക്കുന്നു. പല വീടുകളും കാണാൻ സാധിച്ചു. യാദൃശ്ചികമായി എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അഗസ്റ്റിൻ മേച്ചേരിയുടെ അമ്മ മരിച്ച വീട്ടിൽ വന്നപ്പോൾ എനിക്കിത് കാണാൻ ഇടയായി. അത് ഒരു യാദൃശ്ചികമായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് ഇത്രയും ഗൗരവമാണ്. പത്രത്തിൽ വായിച്ചത് അല്ലെങ്കിൽ ചാനലുകളിൽ കണ്ടതിനേക്കാൾ എത്രയോ ഗുരുതരമാണെന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. തീർച്ചയായും ഗവൺമെൻറ്റും ഉത്തരവാദപ്പെട്ട ആളുകളും ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് എടുക്കണം. ഇനി ഒരുത്തനും ഒരു തുള്ളി വിഷവും ഈ നദിയിലേക്ക് ഒഴുക്കാൻ പാടില്ല. ഇത് പരിശുദ്ധമായി നിലനിർത്തണം. വയലാറ് വിളിച്ച ആ പർവ്വതനിരകളെ തഴുകി ഒഴുകി വരുന്ന ആ തെളിനീരിനെ തെളിനീരാക്കി തന്നെ നിർത്തണം. ഈ പുഴയെ സംരക്ഷിക്കണം. ഇനി ഒരു മത്സ്യക്കുഞ്ഞും ചത്തുപോകരുത്. അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.